അപ്പൊ കളി മാറി. അപ്പൊ ഗോവിന്ദനകത്തുണ്ട് ഇത് പഴനി ഇരിക്കുന്ന ഇടുമ്പസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്, ആളിന്റെ யாரா என்ன பேச மாட்டே உன்னைதான் வந்தாலும் எனக்கு கோவப்படக்கூடாது ஐயா. என்ன நீ பேத்து வச்சிருக்க ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നുറങ്ങൂല്ലേ? നിനക്കപ്പോ എന്നെ കുറിച്ച് എന്തൊക്കെയോ പിടി കിട്ടിയല്ലോ. ഇങ്ങനെ ശക്തി ഉണ്ടോ അദ്ദേഹത്തിന്റെ ദേഹത്ത്? കൊള്ളാം. തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? തലച്ചോറിന് ഒരു കുഴപ്പമില്ല, നാക്കിനും ഒരു കുഴപ്പം. ആൾക്കാർ ചിന്തിക്കും മനസ്സിനോട് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെ ഈ കണ്ണ് കാണത്തില്ലേ? നാക്കിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഓ ഇത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കഴിച്ചോണ്ട് കണ്ട് ചാടി ഇരിക്കും. നമ്മൾ ഒരുപാട് ദൈവങ്ങളെ കണ്ടിട്ടുണ്ടല്ലേ? ഭദ്രകാളിയായിട്ട് മാറുന്നുണ്ട്, ചുടലക്ഷ്യമുണ്ട്, അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. പക്ഷേ ഇന്നൊരു വെറൈറ്റി ദൈവത്തെയാണ് കാണാൻ പോകുന്നത്. എരുത്തിൽ ദൈവം. എരുത്തിലാണ് ഈ ദൈവം താമസിക്കുന്നത്. പക്ഷേ ഈ ദൈവത്തേക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത് ഈ ദൈവം വളർന്നൊരു പട്ടിയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ പട്ടിയാണ് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് രോഗമായിട്ടോ പട്ടിണിയായിട്ടോ ജോലിയില്ലാതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പട്ടി, കൊച്ചു പട്ടി അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ അതോടെ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്നാണ് ഒരു വിശ്വാസം. എന്തായാലും അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എരുത്തിലെ ദൈവവും പിന്നെ പട്ടിയും. നമുക്കെന്തായാലും ആ കാഴ്ചയിലേക്ക് പോകാം. ഇതാണ് എരുത്തിൽ. എരുത്തിൽ എന്തിനു വേണ്ടിയാ? പശുക്കളെ കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ എരുത്തിലാണ് ഒരു മനുഷ്യൻ ദൈവമായിട്ട് താമസിക്കുന്നത്. ഊണും ഉറക്കവും ജീവിതവും എല്ലാം എരുത്തിൽ തന്നെയാണ്. കണ്ടില്ലേ? ഈ എരുത്തിനകത്ത് എവിടെയോ ഉണ്ട് അദ്ദേഹം. അങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് സജ്ജീകരിച്ചേക്കുന്നത്. ഒരുപാട് സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ ഉള്ളിൽ എവിടെയോ ആണ് ആ ദൈവമായിട്ട് അദ്ദേഹം ഇങ്ങനെ സസുഖം വാഴുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം വിചാരിക്കുന്നു, ആ സംഭവിക്കുന്നതൊക്കെ പുള്ളി കാണുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളി വാദിക്കുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു ഗംഭീരൻ എരുത്തിൽ ദൈവത്തെയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്കിപ്പോൾ ഇതൊക്കെ ആ ദൈവത്തിൻ്റെ ഉള്ളറകളിലേക്കൊന്ന് ചെല്ലാം. അപ്പോൾ ഇതാണ് സെറ്റപ്പ്. ഫ്ലെക്സ് വെച്ച് മറച്ചിട്ടുണ്ട്. ഈ ഫ്ലെക്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം എവിടെയോ ഉണ്ട്. അദ്ദേഹം നല്ല റിസ്ക് ആണ്. ഇങ്ങനെയില്ല, പാമ്പിലോട്ട് ഇഴഞ്ഞു വേണം കയറാൻ വേണ്ടി. അത്രയും ദുർഘടമാണ് ഈ ദൈവത്തെ കാണാൻ വേണ്ടി. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള ദൈവങ്ങളെ കാണാൻ എളുപ്പമായിരിക്കും, നേരിട്ട് പോയി കാണാൻ പറ്റും. പക്ഷേ ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇഴഞ്ഞ് പൊളഞ്ഞ് വേണം അതേക്ക് പ്രവേശിക്കുക. അങ്ങനെ ഇതിൽ വല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞ് ഇവിടെ നിങ്ങൾ സെറ്റപ്പ് നോക്ക്. മുത്തുക്കുടകൾ, ആടെ ആഭരണങ്ങൾ, ഭയങ്കര രീതിയിലാണ് ഈ എരുത്തിൽ ഇങ്ങനെ സജ്ജീകരിച്ചേക്കുന്നത്. ഭയങ്കര. അപ്പൊ ഇനി എന്റെ മുമ്പിൽ ഇരിക്കുന്ന ദൈവത്തെ ഞാൻ കാണിച്ചത് ആ ചിരിയാണ്. ആ ചിരിയുണ്ട, അതാണ് ആ ചിരിയുണ്ട കണ്ടാ? ഇതാണ് ഒറിജിനൽ ഗോവിന്ദൻ, കൃഷ്ണൻ. കൃഷ്ണനായിട്ട് മാറുന്ന ഏത് സമയത്ത് ആളിന്റെ കൂടെ ആൾ ദൈവമായി വന്നിരിക്കുന്നു. ഇതാണ് അദ്ദേഹം ഇരിക്കുന്ന ഈ സെറ്റപ്പ് കണ്ട, മുത്തുക്കുടയുടെ കീഴില് കണ്ട ഈ സെറ്റപ്പിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഏത് സമയത്തും ദൈവമായിട്ട് മാറും. ദൈവമാണ്, കൃഷ്ണനാണ് അല്ലേ? വേറെ മാറ്റമൊന്നുമില്ല. ഇത് ഒറിജിനൽ ഡ്യൂപ്ലിക്കേറ്റോ? ഇത് ഭൂലോകത്തിലെ ഒറിജിനൽ. ഓക്കെ. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് എല്ലാം അറിയുന്നുണ്ട്. നടനമാടൂ കണ്ണ നൃത്തമാടൂ കൃഷ്ണ വെണ്ണതരാം ഗോപാല മുകുന്ദ. ശബ്ദമൊക്കെ മാറുന്നുണ്ടല്ലേ? പിന്നെ അപ്പൊ ഇത് ശബ്ദമൊക്കെ മാറുന്നുണ്ട്. ഈ ഒരു 100-1000 സൗണ്ട് മാറുന്നതിന് ഒരു വിഷയവും ഇല്ല. ഇരിപ്പിയും മാറും. അപ്പൊ ഇത് ഇവിടെ ഇരുന്നുകൊണ്ട് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട്. ഇത് ആരതി കഴിയുന്ന ഇതേ ഇതാ പോണല്ലേ. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇത് ദൈവത്തിന്റെ പേരെന്തുവാ? എന്റെ പേര് ഗോവിന്ദൻ. ഗോവിന്ദൻ അല്ല, ഒറിജിനൽ പേരെന്തുവാ? ഈ ഇരിക്കുന്ന മനുഷ്യന്റെ പേര് അജയകുമാർ. അപ്പൊ ഇത് വിട്ട് വിധിശക്തി എങ്ങനെ നിൽക്കും? അതുപോലെ അല്ല ഗോവിന്ദ, ഇത് വിട്ട് പുറത്തോട്ട് വരത്തില്ലേ ഗോവിന്ദ? വരുമല്ലോ. ഈ ലോകം മുഴുവൻ വരും, അമേരിക്ക വരെ പോകും, പിന്നെ തിരിച്ചു വരും. അപ്പൊ ഈ അമേരിക്കയിലെ കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. അറിയാം അല്ലേ? ഇവിടെ ഇരുന്നാ മതി, ഇരുട്ട് റൂമിൽ ഇരുന്നാ മതി. ഇവിടെ ഇരുന്നോണ്ട് പറയല്ലേ. അപ്പൊ ഈ എരുത്തിലേക്ക് മാറുള്ളതായിരുന്നു ഒരു അമ്പലത്തിലേക്ക് ക്ഷേത്രം ഉണ്ടാക്കണ്ടേ? അത് ഉണ്ടാക്കാൻ എനിക്ക് ആരെങ്കിലും പൈസ കുറവ് ഒരു 10-25 കോടി രൂപ തരാൻ പറ. അപ്പൊ അതുകൊണ്ടാണ് എരുത്തിലോട്ട് മാറിയേക്കുന്നത്. അപ്പൊ അതിനുള്ള കാര്യങ്ങളിലേക്ക് അതുകൊണ്ടാണ് ഒരു മയിൽ വാഹനത്തിന്റെ ഒരു ഇത് ഭയങ്കര. ഞാൻ ചോദിക്കട്ടെ, ഇതെല്ലാം എടുക്കൂ. ഇതെല്ലാം എടുത്തോണ്ടിരിക്കും സ്വാമി. ഇത് തിരുപ്പതി ചെലവായിരിക്കുന്നത്. ഏത് മാറാരോഗിക്കും കൊടുത്താൽ അത് ഒരു കുപ്പി കൊടുക്കും. അപ്പൊ ഇത് ഈ ഇരുട്ട് റൂം ഇരുന്നുകൊണ്ട് ലോകത്തുള്ള കാര്യങ്ങൾ മുഴുവൻ അറിയുന്നുണ്ട്. പിന്നെ ഇപ്പൊ ശരീരത്തിൽ ഇപ്പൊ അജയനാണോ ഉള്ളത്, ഗോവിന്ദനാണോ? ഇപ്പൊ ഗോവിന്ദനായിരിക്കുന്നത്. ബ്രാഹ്മണന്റെ ഭാഷയില് എന്താ കുട്ടിയെ നിങ്ങൾക്ക് അറിയേണ്ടത്? ശബ്ദമൊക്കെ മാറി ബ്രാഹ്മണന്റെ സംഭാഷണം എന്താ അറിയേണ്ടത്? ഞാന് അമ്പലപ്പുഴക്കാരനാ. നമ്മുടെ തിരുവല്ലഭ ക്ഷേത്രത്തിലെ എന്റെ മൂലകുടുംബം മൂലാധാരം. അതെ. അപ്പൊ ഇത് ഈ സംഭാഷണം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ കൊച്ചി ഭാഷ വരും, തിരുവനന്തപുരത്തുകാരുടെ ഭാഷ. എന്താ കുട്ടിയെ? ഇതെല്ലാം വരും. ആവശ്യത്തിന് പോരെ, ആവശ്യമില്ല അനാവശ്യത്തിന് ഒന്നും ഉപയോഗിക്കില്ല. അപ്പൊ ഈ മുത്തുക്കോടെ കീഴിലാണ് ഇരിക്കുന്നത്. ഇതാ കണ്ടോ, ഇതൊന്നും തട്ടിപ്പ് സാധനങ്ങളല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ സ്വാമി, ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്നുറങ്ങുമല്ലേ? നിനക്കപ്പോ എന്നെ കുറിച്ച് എന്തൊക്കെയോ പിടി കിട്ടിയല്ലോ. ഇങ്ങനല്ലേ വിഷ്ണു ഇരിക്കുന്നത്? അതെ. അപ്പൊ ആ കിടക്കുന്ന അപ്പൊ ആ കിടന്ന് കാണിച്ചേ നോക്കട്ടെ, എങ്ങനെ നോക്കട്ടെ. അപ്പൊ നമ്മുടെ പാമ്പിന്റെ പുറത്ത് മഹാവിഷ്ണു കിടക്കുന്ന രൂപത്തിലാണ് പുള്ളി കിടക്കുന്നത്. രാത്രിയിലൊക്കെ ഇങ്ങനെയാണ് കിടക്കുന്നത്. കണ്ടോ? കറക്റ്റ് കേട്ടോ. നമ്മുടെ മഹാവിഷ്ണു എങ്ങനെയാണോ പാമ്പിന്റെ പുറത്ത് കിടക്കുന്നത്. ആരാ ഇത്?
ഗോവിന്ദൻ തിരുവടിയാണോ? അതെ, എനിക്ക് കുറച്ച് സംസാരിക്കണമെന്നുണ്ട്. ഞാനിപ്പം ഇവിടെ അല്ല, ഞാൻ കോട്ടയം എന്ന് പറയുന്ന ആഴക്കൂട്ടത്ത് മണ്ണിൽ പ്ലാവള വീട്ടിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് അകപ്പെട്ടു പോയി. പക്ഷെ ഇവിടുന്ന് ഞാൻ ഉടനെ പുറത്ത് ചാടുന്നതായിരിക്കും. അപ്പൊ ഇത് വിട്ട് പുറത്ത് ചെയ്യേണ്ട സമയം കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു. ശകലം താമസമുണ്ട്. ശരിക്കും തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? തലച്ചോറിന് ഒരു കുഴപ്പമില്ല, നാക്കിനും ഒരു കുഴപ്പമില്ല. ആൾക്കാർ ചിന്തിക്കും മനസ്സിനോട് വല്ല കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെ ഈ കണ്ണ് കാണത്തില്ലേ? നാക്കിനും കുഴപ്പമില്ല, ഒന്നുമില്ല. ഓ ഇത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കഴിച്ചോണ്ട് കണ്ട് ചാടി ഇരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് വട്ട് മൂത്ത് ഇങ്ങനെ ആയതാണോ? ഇതാ കുഴപ്പം. അപ്പൊ ഈ റൂമിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ മുതൽ ഗോവിന്ദനാണ്. അതെ, പുറത്ത് ഇറങ്ങുമ്പോ വേറെ പല രൂപത്തിൽ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ മുഖമൊക്കെ മാറി തോന്നുന്നല്ലേ? കണ്ടില്ലേ? കണ്ട് കൃഷ്ണന്റെ അതേ ശരി. പക്ഷെ ഒരു കാര്യം എന്റെ അടുത്ത് നടക്കില്ല, തട്ടിപ്പും വെട്ടിപ്പും നടക്കില്ല. നേരായ കാര്യത്തിൽ വരിക. ഇടയ്ക്ക് സാമ്പശവും കയറി വരുന്നുണ്ട് അല്ലേ? സൗണ്ട് മാറുമ്പോ പോയി പരടി പെണ്ണെ 10 കാശിന്റെ വക കിട്ടാൻ. അപ്പൊ എന്റെ റബേ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ ആ സാമ്പശവന്റെ കഥ എനിക്കറിയാം. ഒന്ന് ചുമ്മാ ആയിരം മോനെ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഇവിടുന്നോട് മൊത്തം അറിയാം. ഇന്നപ്പോ മഴ പെയ്യും, ഇന്നപ്പോ കാറ്റടിക്കും, ഇന്നപ്പോ കേരളത്തിൽ സംഭവം നടക്കും. ഇന്ന് ഭയങ്കര മഴ പെയ്യും. വൈകുന്നേരം ഉറപ്പായിട്ടും പെയ്യും. അതൊക്കെ പെയ്യണോ? കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് ചോദിച്ചാൽ നിരീക്ഷണ കേന്ദ്രത്തിലേ വേണ്ട, അല്ലാതെ പറയും. ഇപ്പൊ കാലാവസ്ഥക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാമി പറയും. ഈ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുമ്പോൾ പറയും ഇപ്പം ഇവിടെ വേണ്ട പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് മാറിയിരിക്കും. അതിന് തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ. ഇതൊന്ന് കാണീര്, നിങ്ങളുടെ പ്രജകളൊന്ന് കാണത്ത്. ഇതെന്തുവാ സാധനം? അയ്യോ, മൂക്കാമ്പട്ടെ കടിച്ചു പൊട്ടിയില്ല, കണ്ടോ? ഇതിൽ കൂടുതൽ തെളിവ് വേണം. ഇതെന്തുവാ സാധനം? നെയ്യാണോ? വെളിച്ചെണ്ണ. ഇവിടെ എനിക്ക് കിട്ടിയത് ഞാനെ മുറിച്ച് വെച്ച് ആട്ടി എടുത്ത് നോക്കിയാ. അതാണ്ട് കളയാൻ പറ്റില്ല. ഈ ഇടുക്ക് റൂമത്തെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തുള്ളതാണ്? അതാണ് അറിയേണ്ടത്. അവിടെ ഇതുവരെ പറഞ്ഞില്ല ഇതെങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തത്. എന്നെ കാണാൻ വരുന്നവർ ഇവിടെ ഇരിക്കുക, അതുകൊണ്ട് അവിടെ നിന്ന് വെച്ചിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ആവശ്യമില്ലാത്തന്നെ പറയും പുറപ്പെട്ടോളൂ, ഇത് ഇവിടെ നടക്കില്ലെന്ന് പറയും. അപ്പൊ കാണാനൊക്കെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും എനിക്ക് ഇതിനകത്ത് ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് അസ്വസ്ഥത. അപ്പൊ നമുക്ക് പുറത്തോട്ട്. അപ്പൊ ഞാൻ എന്തായാലും ആ വിശ്വരൂപത്തെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പോവുകയാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന കാലിത്തൊഴുത്തിൽ. യേശു എവിടെ ജനിച്ചത്? കാലിത്തൊഴുത്തിൽ. കൃഷ്ണന്റെ അതും കാലിത്തൊഴുത്തിലല്ലേ? അപ്പൊ അങ്ങനെ ആ വിശ്വരൂപത്തെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ്. നിങ്ങൾ ഏവരും ആകാംക്ഷയുടെ കാത്തിരുന്ന് ഇതാ ശൂലം കൊണ്ട് ഇറങ്ങിയാണ്. ഇതാണ് സംഭവം. കണ്ടോ, ഭയങ്കര സെറ്റപ്പ് ഇല്ലേ? ഇത് പഴനി എന്ന് പറയുന്ന ഇടമ്പസ്വാമി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് താണ്ട് അപ്പൊ കളി മാറി. അപ്പൊ ഗോവിന്ദനകത്തുണ്ട്. ഇത് പഴനി ഇരിക്കുന്ന ഇടമ്പസ്വാമി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആളിന്റെ യാറാ എന്നെ പേശമാട്ടെ ഉണ്ണിതാൻ വന്നാലും എനക്ക് കോപ്പടക്കൂടാതെ അയ്യാ എണ്ണ നീ പേത്ത് വെച്ചിருக்க எப்படி சொன்னாரா? என்ன பாத்துருக்கலாமா? நீ கோபப்படுறீங்க കണ്ടോ? ഇത് കണ്ടോ? എനക്കുള്ള നായി എല്ലാമേ നല്ല ഒറിജിനലായിട്ട് മാറും അല്ലേ? அந்த ഗോവിന്ദൻ അല്ല ഇത് ഇപ്പൊ. അപ്പൊ ദൈവങ്ങൾ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേസ് പോലും കൊടുക്കാൻ ഒക്കത്തില്ല. ആര് പറഞ്ഞു? അജയനാണെങ്കിൽ നമുക്ക് കേസ് കൊടുക്കാം. ആര് പറഞ്ഞു? ദൈവത്തിന് വല്ലല്ലേ ഇപ്പൊ കേസുകൾ മുഴുവൻ. ഓക്കെ, അപ്പൊ ഇതാണ് ഒറിജിനൽ രൂപം. ആള് മാറി, സൗണ്ടും മാറി, ആളും മാറി. ഇവൻ എവിടെയെങ്കിലും ഇറങ്ങണേ ഈ നായ്ക്കുട്ടി പാറു എന്നോട് പറയും പോകണ്ടെന്ന് പറഞ്ഞാൽ വഴിക്ക് ഇറങ്ങത്തില്ല. രാമേന്ദ്ര ഇങ്ങോട്ട് വരിക. രാമേന്ദ്രൻ വിളിക്കുന്നു. ഇങ്ങോട്ട് ഉള്ളിലോട്ട് വരിക. കണ്ടോ, സംഭാഷണമൊക്കെ മാറി കേട്ടാ. ശരിക്കും തനി പിന്നെ തൃശ്ശൂർ ഭാഷയായി. തൃശ്ശൂർ ഭാഷയും ബംഗാളി ഭാഷയും എല്ലാം അറിയാം. ഉള്ളേ വാറ രാമേന്ദ്ര സ്വാമി വിളിക്കുന്നു. ഒന്നും പേടിക്കണ്ട. ഒന്നും ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് ദൂരത്തേക്ക് ആൾക്കാർ വരുന്നുണ്ട് അല്ലേ? ഇദ്ദേഹത്തെ കാണാനല്ല, എന്നെ ഗോവിന്ദനെ കാണാൻ. അപ്പൊ ഇത് ഒറിജിനലാണോ? പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് അല്ലല്ലോ? അല്ല, ഞാൻ എവിടെ പോയാലും ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടേ പോകും. ഇത് ശരിക്കും പറഞ്ഞ ഇത് ഇങ്ങനെ ശക്തി ഉണ്ട് അദ്ദേഹത്തിന്റെ ദേഹത്ത്? പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുവോ? അപ്പൊ ഇദ്ദേഹത്തിന്റെ അസുഖം മാറ്റി കൊടുക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റുമോ? മാറ്റാൻ പോവുകയാണ്. അതെ, അതിന് വന്നാന്നല്ലോ എന്നോട് പറഞ്ഞ എന്റെ കാല് വയ്യ, കൈ വയ്യ. അപ്പം മോനെ വത്സ, നീ നല്ലതായിട്ട് നിന്റെ അസുഖമൊക്കെ മാറി, ഇനിയും നിനക്ക് ആയുസ് അധികം ഇല്ല. അയ്യോ, ചാവോ? ആയുസ് അധികം ഇല്ല. എത്ര വർഷം ജീവിക്കും?
അത് പറയില്ല. അത്രയൊന്നും എന്നാ അറിയാം അത്രയൊന്നും സ്വാമിക്ക് ഇല്ല. ഇല്ല അല്ലേ പാവം കഷ്ടം വിഷമമുണ്ടോ? എന്നാലും ഒരു വിഷമവും ഇല്ല. എന്തിനു വിഷമിക്കാൻ? ഇദ്ദേഹത്തിന്റെ സമയങ്ങൾ അടുത്തടുത്ത് വരുന്നു എന്ന് ഞാൻ ഈയിടെ ഒരു ക്ഷേത്രത്തിലെ ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞിരുന്നു. ആഴ്ച നീട്ടിക്കൂടെ പാവമല്ലേ കുറച്ചും കൂടെ ജീവിക്കട്ടെ. അപ്പൊ ആളാവശ്യപ്പെടണമല്ലോ, നമ്മൾ ആവശ്യപ്പെട്ടിട്ട് നീട്ടിക്കൂറ അപ്പൊ പഴനിയാണ്ടവ ഗോവിന്ദ നാരായണ പറയട്ടെ കൊടുക്കട്ടെ പറ എന്ത് വേണം? ആർക്കെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്ക് ജീവിക്കണോ ആഗ്രഹം? പിന്നെ കുറച്ചുകൂടെ ജീവിക്കണം. അപ്പൊ ആയുസ് നീട്ടാൻ പറ്റും. നീട്ടിക്കൂടെ യമൻ വന്നെങ്കിലല്ല, ഇത് കേക്ക്, യമൻ വന്നെങ്കിലല്ല ആത്മാവിനെ ബന്ധിക്കാൻ പറ്റൂ. അല്ല ഇനി എത്ര വർഷം ജീവിക്കും? എത്ര വേണോന്ന് ചോദിക്കാൻ. എത്ര വർഷം വേണം? 4 വർഷം ഒന്നും വരത്തില്ല, അത്രയും പോകത്തില്ല. 4 വേണ്ട. പിന്നെ എത്ര വേണം? ഒരു 3 മതി. പാവം കേട്ടോ, കുറച്ച് കേട്ടോ. ഒരു വർഷം ആവശ്യമല്ലേ ചോദിക്കുന്നേ? ഒരു 3 വർഷം നീട്ടി കൊടുക്കും. ഇദ്ദേഹത്തിന് എന്താന്ന് ചോദിച്ചാൽ കുറെ ഇദ്ദേഹത്തിന് ഇപ്പൊ കുറെ ദുരാത്മാക്കൾ വേട്ടയാടുന്നു. അതിന്റെ വയ്യാഴിയ വന്ന ആ പ്രായമുണ്ട്. എത്ര വയസ്സായി? 76. 76ഉം 80 വെച്ചിട്ട് പോവാ. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആവും. ഓക്കെ, അപ്പൊ 80 വരെ നീ ജീവിക്കട്ടെ. അതുവരെ ആകുമ്പോഴത്തെ കടന്ന് ചൂരട്ടെ അനുഭവിച്ച പാവം. എന്തിനാ അനുഭവിക്കുന്നേ? അനുഭവിക്കാതിരിക്കുന്നതാണ് വൃത്തി. ഇപ്പൊ തന്നെ അനുഭവിക്കുമല്ലേ? അനുഭവിച്ച് നരകിച്ച് കയ്യിലുണ്ടായിട്ട് എന്തൊരു കഷ്ടപ്പെടുന്നേ. ഇത് ഇടയ്ക്ക് വെച്ച് എന്റെ അടുത്ത് ഇപ്പൊ വരത്തില്ല. നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ലേ അത്? എന്റെ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ വയ്യാതായി. അല്ല ഞാൻ പറയും ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു കഷ്ടപ്പെടുന്നത്? ഞാൻ വിളിച്ചതാ, നിനക്ക് ഇന്ന കുഴപ്പമുണ്ട് എന്റെ അടുത്തോട്ട് വരൂ. ഞാൻ അവിടെ ചെല്ലുമ്പോ, ഞാൻ ആ പഠിക്കാൻ ചെല്ലുമ്പോ അവിടെ നിന്നിട്ട് വിളിക്കും. ഇങ്ങേരോ ഇങ്ങേരോ അപ്പൊ എനിക്ക് ഓർമ്മശക്തി ഇല്ലെന്നാ വിചാരം. ഇല്ലേ കൃഷ്ണനല്ല ഇത്. ഇത് ഇടമ്പസ്വാമി എന്ന് പറയും. ഇച്ചിരി പെരിച്ച സാധനം, വിവാഹിതനൊന്നും അല്ല. വേണ്ട വിറയ്ക്കുന്നുണ്ടോ? വിറയ്ക്കുന്നുണ്ടോ? കണ്ടോ? മാറും. ഇപ്പൊ കാണാം, ഞാനത് വേണേ ഒറിജിനൽ എടുത്ത് കാണിച്ചു നോക്കട്ടെ. എന്തായാലും അപ്പൊ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ വിറപ്പ് മാറ്റാൻ പഴനിയാണ്ടവ സ്വാമിയെ, അദ്ദേഹത്തിന് ദീർഘായുസ് പറയാൻ എനിക്ക് കുറച്ച് ദിവസങ്ങളെ കാണുന്നുള്ളൂ. കുറച്ച് ദിവസോ? അതേ ഉള്ളൂ. കുറച്ച് മോശമായി. ഒരു 3 വർഷം പുള്ളി ആഗ്രഹിക്കുന്നത്. ഞാൻ തെറ്റിച്ച് പറയുന്ന ആളല്ല. കുറച്ച് ദിവസമോ? അദ്ദേഹത്തിന് തന്നെ അറിയാം ദിവസങ്ങൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്നോട് ഇപ്പൊ പറഞ്ഞു എനിക്ക് അങ്ങനെ പോകാൻ ആഗ്രഹമില്ല. അതൊന്നും കുഴപ്പമില്ല, അതാണ്ട് മാറിയിരിക്കും. നിങ്ങൾ ഒരു 10 ദിവസം കഴിയുമ്പോൾ വന്ന് നോക്കിയോ, പരോൾ നടക്കും ഉറപ്പാ. അപ്പൊ എന്തായാലും പേരെന്ത് പറഞ്ഞേ? രാമചന്ദ്രൻ. നിങ്ങളുടെ അസുഖങ്ങളെല്ലാം മാറി പരോൾ. പിന്നെന്താ പേടിയാവുന്നല്ലോ. എന്തിന്? ഇത് കണ്ടാ, ഇത് 1008 പടി ഇതുപോലെ ഇടിച്ചങ്ങോട്ട് കേറിയതാ. കൊണ്ടാ തീർന്നില്ലേ? ഇവിടുന്ന് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു വണ്ടി കൊണ്ട് ഞാൻ ചീത്തയൊക്കെ വിളിക്കും. അനാവശ്യം കാണിച്ചാൽ ചീത്ത വിളിക്കും. എന്താ അങ്ങനെ? ദൈവങ്ങൾ അങ്ങനെയല്ലോ, ദേഷ്യം വരുമ്പോ ചീത്ത വിളിക്കണമല്ലോ. വിളിക്കും. അതേത് കൂടിയാളാന്ന് പറഞ്ഞാലും വിളിക്കും. 2.5 മാസം പ്രായമുള്ളപ്പോ മൂകാംബിയിൽ നിന്ന്. അപ്പൊ ഇതിന്റെ അനുഗ്രഹം മേടിച്ചു കൊടുക്കുക. അപ്പൊ ഇത് സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെന്ന് വേണേ മേടിക്കാം. എല്ലാം അങ്ങ് എടുത്ത് കയ്യിലോട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങോട്ട് ചെല്ലും. ഇപ്പൊ നമ്മളാരും ചെല്ലണ്ട, തന്നെ അങ്ങോട്ട് ഇതിലേ പോ. അപ്പൊ ഇതിലേ പോ, വേണ്ട സാമിയോട് കൂടെ ചെല്ല്. അപ്പൊ ഇത് ഇവിടെ ചെല്ലുമ്പോഴത്തേന് വേണ്ട, ഇവിടെ നമ്മുടെ ഒരു ചെങ്ങന്നൂര്, ഓയ് ചെങ്ങന്നൂര് വേണ്ട, ഇവിടെ ഒരു ചെറിയ വീട്. അപ്പൊ ഇവിടെ വരുന്നവര് സാധാരണ സ്വാമിയുടെ അനുഗ്രഹം മേടിച്ചതിന് ശേഷം ഇതിന്റെ അനുഗ്രഹം മേടിക്കും അല്ലേ? മേടിക്കും. അങ്ങനെ നടക്കുള്ളൂ. അനുഗ്രഹം അങ്ങനെ അനുഗ്രഹം എങ്ങനെ മേടിക്കുന്നേ? കൊടുക്കടി, വരം കൊടുക്കുവക്കളെ. എനിക്ക് വയ്യ. വരം കൊടുക്കുവക്കളെ. അനുഗ്രഹം കൊടുക്കുന്നുണ്ടോ? 2 കൈ കൊണ്ട് കൊടുക്കുവക്കളെ. കണ്ടാ, അവർക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഒന്ന് പിടിച്ചു കൊടുത്തേ. അങ്ങനെ കുറച്ചുകൂടെ ജീവിക്കട്ടെ. പാവല്ല, 2 വർഷം കൂടെ ജീവിക്കണം, അത്ര നല്ലല്ലോ. വരുന്നവരുടെ എല്ലാം കണ്ണിലുണ്ണി എന്റെ കുഞ്ഞ്. അപ്പൊ എന്തായാലും അവസാന അറ്റ കൈ പ്രയോഗമാണ്. അവസാന ഭാഗത്തേക്ക് വരികയാണ്, അനുഗ്രഹം കൊടുക്കുകയാണ്. അപ്പൊ ഇതാണ്. അപ്പൊ ഇത് ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണല്ലേ? നീ ഇങ്ങോട്ട് അടുത്ത തല വെയ്യുന്ന ഇനി ഒറ്റ പ്രശ്നമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല. അതാട്ട് നിങ്ങളും പിടിച്ചു. ഓക്കെ, ഞാനും പിടിച്ചേക്കും. അപ്പൊ എന്നെ ഒന്ന് അനുഗ്രഹിച്ചു തരും. അപ്പൊ എന്റെ പ്രശ്നങ്ങൾ എല്ലാം ചെയ്യും. അപ്പൊ അവസാന ഘട്ടത്തിലേക്ക് കഴിഞ്ഞ് അപ്പൊ ഇതാണ് അവസാന ഘട്ടം ലോകത്തിലുള്ള സ്വാമി. എന്തോ അപ്പൊ നമ്മുടെ കാര്യങ്ങൾ കഴിഞ്ഞ അവസാനം ഇതിനെ വന്ന് അനുഗ്രഹം മേടിച്ചിട്ട് പോവാ. ഇവരെ കണ്ടു കഴിഞ്ഞ അകത്തോട്ട് കയറത്തുള്ളൂ. പറഞ്ഞേ, വായം തുറന്ന് കാണിച്ച് പറയടി. അനുഗ്രഹം കൊടുക്കും. ഇത് എല്ലാം തരും, എല്ലാ കാര്യവും ചെയ്യും. വരുന്നവർ അനുഗ്രഹിക്കും. ഇതെല്ലാം പഠിപ്പിച്ചു വെച്ചേക്കാന്നോ? അവള് പറഞ്ഞേ, നമ്മളാരും പഠിപ്പിച്ചെന്ന് പറയും. എന്റെ കുഞ്ഞ 1 കോടി രൂപ തരാന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കില്ല. ഇതാണ്ട് ഇതാണ്ട. അങ്ങനെ കടിക്കല്ലേ, ഞാനൊരാണ് പിന്നെന്തു പറ. ഒന്ന് വായം തുറന്ന് കാണീര്, വായം തുറന്ന് കാണീര്.
ആവുന്നു വയ്ക്കി ആ ഇങ്ങനെ ആവുന്നു വയ്ക്കി. അപ്പൊ എന്തായാലും ഞാൻ വിട വാങ്ങട്ടെ. എന്നെ അടിച്ചോ? അല്ല ഇത് അടിക്കാൻ പറ്റത്തില്ലല്ലോ, സംഘമല്ല. തൊടാൻ നോക്കത്തില്ലല്ലേ? ഞാൻ അങ്ങനെ അനുവദിക്കുന്ന ആളല്ല, പിന്നെ നിങ്ങളായത് കൊണ്ട് മാത്രം. അപ്പോൾ കണ്ടല്ലോ, അപ്പോൾ നമ്മുടെ രാമേന്ദ്രൻ ആയുസ് നീട്ടിക്കൊടുത്തു, പട്ടിയുടെ അനുഗ്രഹം എല്ലാം കിട്ടി. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ എരുത്തിലെ ദൈവത്തെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു കിടിലൻ എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാനെത്തും. അതുവരെയൊക്കെ എല്ലാ പ്രേക്ഷകർക്കും